പെൻഷൻ തട്ടിപ്പിൽ പല അന്വേഷണങ്ങളും നടത്തേണ്ടതുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ പേര് ആദ്യമേ പുറത്തുവിടാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ താൽപ്പര്യത്തിൽ സന്തോഷമുണ്ടെന്നും ഒട്ടേറെ സാങ്കേതിക പരിശോധനകൾ വേണ്ടതുണ്ടെന്നും പേരുവിവരങ്ങൾ പരിശോധിച്ച് പുറത്തുവിടുമെന്നും കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. വെറുതെ ഒരടിസ്ഥാനമില്ലാതല്ലോ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. അതിനായിട്ട് ആവശ്യമായ അന്വേഷണം നടത്തി പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഇതിൻ്റെ ശ്രമങ്ങൾ നടത്തിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിനകത്ത് കൂടുതൽ സജീവമായ പിന്തുണ നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സന്തോഷമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ. പിന്നീട് ആളുകളുടെ പേര് പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് താഴെ സർക്കാരിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് ആളുകളുടെ വിശദീകരണം ചോദിച്ച് അന്വേഷണമൊക്കെ മേടിച്ചിട്ടല്ലേ ചെയ്യാവുള്ളൂ. വസ്തുതകളാണ് ഈ പണം മാറിയിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണെന്ന് നോക്കണം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ആ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു പോരായ്മ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റം ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ആധാർ ലിങ്ക് ചെയ്യേണ്ടി വന്നു, സ്പാർക്കുമായി കണക്ട് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നോക്കണം. 62 ലക്ഷം പേരുടെ ഡാറ്റയാണ്.